കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ഇന്നൊരു ചക്കക്കുരുവും ചീരയിലയും കൊണ്ടുള്ള തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ട ചേരുവ എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, ചക്കക്കുരു കുഞ്ഞായിട്ട് നീളത്തിലരിഞ്ഞ് ഉപ്പിട്ട് പറ്റിച്ച് വെച്ചാണ്. പിന്നെ പച്ചച്ചീര കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, തേങ്ങ ചതഞ്ഞത്, പിന്നെ പത്തരമുളക്, ചെറിയ ഉള്ളി, പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇച്ചിരി അരിയെ, ഇച്ചിരി ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, എണ്ണ, ഉപ്പ് കേട്ടോ. നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പ് വെച്ച് പത്തരമുളക് ഒന്ന് ഒട്ടിച്ചട്ടിയിലിട്ടൊന്ന് മൂപ്പിക്കാം. ചട്ടി ചൂടായേ. എന്നാലും നമുക്ക് ഈ മുളകും ഉള്ളിയും കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട. ഞാൻ ഇച്ചിരി ചക്കക്കുരു ആണെങ്കിലും കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ചത് കേട്ടോ, ഉപ്പിട്ട്. ഇത് പച്ചച്ചീരയാണ്, ഏത് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കൂട്ടുകാരെ, ഈ പത്തരമുളക് ഇതുമാതിരി മൂത്ത് നമുക്കിതൊന്ന് ഈ ഇടിയോറിൻ്റെ അതിട്ടൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് ഈ മുളകൊന്ന് ചതച്ചെടുക്കാവേ. ഇത് നല്ലപോലെ ചതച്ചേ ഉണ്ടോ. നന്നായിട്ട് ചെറിയ ഉള്ളിയും പത്തരമുളകും കൂടെ ചതച്ചേ. ഈ തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ചത് കേട്ടോ. ഞാൻ ആ ചട്ടി തന്നെ അടുപ്പ് വെച്ച് തീ കത്തിക്കാം. നമുക്കിനി എണ്ണ ഒഴിക്കാവേ. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായേ. നമുക്കിനി അരി, ഇച്ചിരി ജീരകം, തീ കുറയ്ക്കാവേ. നമുക്ക് ഈ തേങ്ങ ഈ ഉള്ളി ചതച്ചെല്ലാം കൂടി ഇതിനകത്തോട്ടിടാം. ഉണ്ടോ, ഉള്ളിയും പത്തലമുളകും പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം കൂടി മൂപ്പിച്ച് ചതച്ചതാണ്. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ചക്കക്കുരു അരിഞ്ഞ് കുക്കറിൻ്റെ അകത്ത് കുറച്ചേ ഉള്ളതിന് ഞാൻ കുക്കറിൻ്റെ അകത്ത് വേവിക്കും. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. നമുക്ക് ഈ ചീരയില ഇട്ട് കൊടുക്കാവേ. നല്ലോട്ട് നിൽക്കാം. മൂടി വെച്ചേ. ഇനി ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ചതച്ച ഇത് കഴുകിയ വെള്ളം കൂടി ഈ ചക്കക്കുരിൻ്റെ അകത്ത് ഒഴിച്ചാൽ നമുക്ക് ഇതൊന്ന് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഈ ചീരക്കകത്തോട്ട് കറി റെഡിയായി കേട്ടോ. ഈ വെള്ളം വറ്റണം. നമുക്കിത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇങ്ങനെ ചക്കക്കുരുവും പച്ചച്ചീരയും കൂടെയുള്ള തോരൻ റെഡി. സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.